യുദ്ധകാന്ഡം കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിധാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൽ രാത്രി ജുരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും മർത്തപുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുകൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവു താനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംബാരി മുമ്പാം നിളിംബവരന്മാരും കുംഭോത്ഭവാദികളാകിയ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാദവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ നിത്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തെന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാഹും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നി ഉണർന്നിടുമാരിൽ ഉറങ്ങിത്തുടങ്ങിയിട്ടവനും ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരു പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതീർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൽ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംബാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മധ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടുരിൻപം കലർന്നിഴന്നീട്ടിരുന്നീട്ടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയി കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഢമായ ആലിംഗനം ചെയ്തിരുത്തിയിടിനാൻ. ഗൂഢമോദം നിജസോദരൻ തന്നെയും ചിത്തേ ധരിച്ചതല്ലോർക്കണേ കാര്യങ്ങൾ. വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ. ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീംനി കൊണ്ടന്ന് വെച്ചിടിനേൻ.